സുഹൃത്തുക്കളെ, മോദി മൈ ഫ്രണ്ട് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ എത്തിയ മോദി നടത്തിയ ഒറ്റ പ്രസംഗം കൊണ്ട് ഡൊണാൾഡ് ട്രംപും ലോകം മൊത്തവും ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇന്ത്യയിലെ മീഡിയകൾ എന്ന് പറയുന്ന നാണം കെട്ട നെറിയും മുറയും ഇല്ലാത്ത അന്തസ്സില്ലാത്ത ഗോദി മീഡിയകളുടെ ഓരോ കളികളാണ് ഇത്. അമേരിക്കൻ സമയം ഫെബ്രുവരി 12-ാം തീയതി വൈകിട്ടാണ് മോദി അമേരിക്കയിൽ എത്തുന്നത്. ഫെബ്രുവരി 12-ന് വൈകിട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ സമയം ഫെബ്രുവരി 13-ാം തീയതി രാവിലെയാണല്ലോ. എന്നാൽ മോദി അമേരിക്കയിൽ കാലുകുത്തുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഒരു എണ്ണംകെട്ട ഗോദി മീഡിയ കൊടുത്ത ന്യൂസ് ആണ് ഇത്. ശ്രദ്ധിക്കണം, മോദി അമേരിക്കയിൽ എത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ എത്തിയ ഉടനെ കൊടുത്ത വാർത്തയാണിത്. അമേരിക്കയിൽ വന്ന് വാ തുറക്കുന്നതിന് മുൻപേ കൊടുത്ത വാർത്തയെന്ന് സാരം. ഇത് ലൈവ് ആണ് എന്നാണ് അവരുടെ ഈ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത്. അതായത് മോദി അമേരിക്കയിൽ പ്രസംഗിക്കുന്നതിന്റെ ലൈവ് വീഡിയോ എന്നുള്ള വ്യാജേനയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: മോദിയുടെ അമേരിക്കയിലെ പ്രസംഗത്തിന് ശേഷം ലോകം മൊത്തം പേടിച്ചു വിറയ്ക്കുകയാണ്. അതുപോലെ ട്രംപ് മോദിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ്. എന്നിട്ട് മോദി പറയുന്നതായി എഴുതിയിരിക്കുന്നത് നമ്മുടെ ശക്തി ലോകം. അതിനുശേഷം ബാക്കി വീഡിയോയിൽ കാണാം എന്നുള്ള അർത്ഥത്തിൽ 2 ഡോട്ടും ഇട്ടിരിക്കുന്നു. ഇവരോട് എന്താണ് പറയേണ്ടത്? മോദി അമേരിക്കയിൽ വന്ന് ഒരു വാക്ക് പോലും പറയുന്നതിന് മുൻപെയാണ് മോദി കൈപൊക്കി ഞങ്ങളുടെ ശക്തി കണ്ടോ എന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നു എന്നും അത് കണ്ട് ട്രംപ് കൈകൂപ്പി നിൽക്കുന്നു എന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത്. നടുക്കുള്ളത് കുറെ മുസ്ലിങ്ങൾ. അതായത് ലോകം മൊത്തം പേടിച്ചു വിറയ്ക്കുന്നു, മുസ്ലിങ്ങളെല്ലാം ആശങ്കയോടെ ഇരിക്കുന്നു. ഇതുപോലെയാണ് ഫേക്ക് ന്യൂസുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഗോദി മീഡിയകൾ ഇന്ത്യയിലെ തലച്ചോറില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വളരെയേറെ പേർ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അമേരിക്കൻ മാധ്യമങ്ങളായ CNN, ഫോക്സ് ന്യൂസ്, NBC ന്യൂസ്, ABC എന്നിവരെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ തനി സ്വരൂപം തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ തംബ്നെയിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ അമേരിക്കൻ വംശജനായ ആവി ഡാൻഡിയ. അതിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ അമേരിക്കൻ മാധ്യമങ്ങളെ ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ് ഇത്. നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നത് വരെ ചിരിക്കാനുള്ള സി ന്യൂസ് എന്ന ഇന്ത്യൻ മാധ്യമത്തിന്റെ വിനോദമാണ് ഇത് എന്ന് പറഞ്ഞു. മോദി അമേരിക്കയിൽ എത്തുന്ന ദിവസം ട്രംപ് ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചതിന്റെ വാർത്തയാണ് ഇത്. അതായത് ഏതൊരു രാജ്യവും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് എത്ര നികുതി ഏർപ്പെടുത്തുന്നുവോ അതേ നികുതി തന്നെ ആ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തും എന്നുള്ള ഉത്തരവിലാണ് മോദി വരുന്നതിന് മുൻപ് തന്നെ ട്രംപ് ഒപ്പുവെച്ചത്. ഇവിടെ ട്രംപ് ഇതിൽ ഒപ്പുവെച്ചുകൊണ്ട് പറയുന്നത് കേട്ടുകൊള്ളൂ: ഇന്റർനാഷണൽ ട്രേഡുകളിലെ ഫെയർനെസ്സിന് വേണ്ടി റെസിപ്രോക്കൽ നികുതി ഏർപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് എത്ര നികുതി ഏർപ്പെടുത്തുന്നുവോ അതേ നികുതി തന്നെ ആ രാജ്യം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും ഏർപ്പെടുത്തും എന്നാണ്. അത് എത്രയാണെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത നികുതിയാണ് ഏർപ്പെടുത്തുന്നത്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ഇറക്കുമതിക്ക് കനത്ത നികുതിയാണ് ഏർപ്പെടുത്തുന്നത്. ഇനി അതിന്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഞെട്ടിത്തെരിച്ച് മോദിയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നതിന്റെ ആദ്യത്തെ തെളിവ് ഇനി അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സിൽ വന്ന ഈ വാർത്ത കണ്ടോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ താരിഫ് ഒരു വലിയ പ്രശ്നമാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. മോദിയുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ട്രംപ് ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി ആ ഫോട്ടോയുടെ താഴെ 3 ബുള്ളറ്റ് പോയിന്റുകൾ ഉള്ളതിൽ രണ്ടാമത്തേതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഏർപ്പെടുത്തുന്ന നികുതി വളരെ അന്യായമാണ്. അമേരിക്കയുമായി കച്ചവടം നടത്തുന്നതിന് ഇന്ത്യക്ക് മേൽ പരിധി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഇനി മോദിയുമായി ട്രംപ് സംസാരിച്ചതിന് ശേഷമുള്ള ധാരണ എന്തൊക്കെയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള BBC-യുടെ വാർത്തയാണിത്. അമേരിക്കയുമായുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിലും നാച്ചുറൽ ഗ്യാസും വാങ്ങുന്നതിന് ഇന്ത്യ ധാരണയിൽ എത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രണ്ടുപേരും ചേർന്നുള്ള ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ഇന്ത്യ വളരെയേറെ ഓയിലും നാച്ചുറൽ ഗ്യാസും അമേരിക്കയിൽ നിന്ന് വാങ്ങും. അവർക്ക് അത് ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് ധാരാളമായി ഉണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിലും ഗ്യാസും മേടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ന്യൂക്ലിയർ എനർജിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്നും മോദി പറഞ്ഞു. ഇതുവരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിയിരുന്നത്
റഷ്യയിൽ നിന്ന് കിട്ടുന്ന വില കുറഞ്ഞ ഓയിലായിരുന്നു. പിന്നെ അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും. അമേരിക്കയിൽ നിന്ന് ഓയിലും നാച്ചുറൽ ഗ്യാസും മര്യാദയ്ക്ക് വാങ്ങിക്കണം എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ മുട്ടുമടക്കി അത് സമ്മതിക്കേണ്ട അവസ്ഥയാണ് മോദിക്ക് വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിക്ക് വില വളരെ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മോദി ട്രംപിന്റെ മുന്നിൽ കൈകൂപ്പി ട്രംപ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ നാണംകെട്ട ഗോദി മീഡിയ മോദിയുടെ പഴയ ഒരു ഫോട്ടോയും വെച്ച് കൊടുത്തിരിക്കുന്നത് മോദിയുടെ പ്രസംഗത്തിൽ ലോകം മൊത്തം പേടിച്ചു വിറച്ചു ട്രംപ് കൈകൂപ്പിയെന്ന്. എന്നാൽ ഇതിന്റെ വാസ്തവം നേരെ വിപരീതമാണ് എന്ന് വ്യക്തമായല്ലോ അല്ലേ? മോദിയുടെ ഈ അമേരിക്കൻ സന്ദർശനം ഇന്ത്യക്ക് മൊത്തം വലിയ തിരിച്ചടിയും നാണക്കേടുമാണ്. ഇതിനെക്കുറിച്ചുള്ള സത്യസന്ധമായ വിശദമായ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ കാണാൻ മറക്കല്ലേ.